കൈയോടെ തൂക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പാലക്കാടിന്റെ മണ്ണിലേക്ക് പണക്കൊഴുപ്പിന്റെ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയ BJPയുടെ സ്വന്തം ശോഭേച്ചയെ കൈയോടെ തൂക്കിയിരിക്കുകയാണ് പാലക്കാട്ടെ ജനാധിപത്യ വിശ്വാസികൾ. പാവങ്ങളുടെ വീട്ടിൽ കയറി കൈക്കൂലി നൽകി വോട്ടുറപ്പിച്ച് കടന്ന ശോഭയെയും സംഘത്തെയും ചേസ് ചെയ്ത് ചെന്ന് ചോദ്യം ചെയ്യുകയായിരുന്നു അവിടുത്തെ ഒരു സംഘം ചെറുപ്പക്കാർ. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവെക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാങ്കൂട്ടം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ രാഷ്ട്രീയ വിശദീകരണങ്ങൾ നടത്തി സഖാക്കളുടെ വായടപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പാലക്കാട്ടെ BJPയെ തോൽപ്പിച്ച് ജയിച്ചു വന്ന് MLA ആയ മാങ്കൂട്ടം BJPയുടെ കരണത്തടിക്കുന്ന തരത്തിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കതൊന്ന് ചേച്ചി അവിടെ ഒന്ന് രണ്ട് വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുക്കുന്ന മോശം ആരുടെ കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? വിലസം എന്താ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. പൈസ കൊടുത്തില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, ഞങ്ങളുടെ വാർഡല്ലേ, നിങ്ങളുടെ വാടക നിങ്ങളുടെ തേങ്ങയില് നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ എന്റെ മൊബൈലിൽ എന്റെ മൊബൈലിലേക്ക് നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ അതൊന്നും നടക്കില്ല. എന്റെ കാരണക്കുട്ടി ഞങ്ങൾക്ക് ബഹുമാനത്തോട് ഒരു കാരണമാണ്. നമ്മളെ അറിയാലോ, എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ വന്നത് എന്റെ കാറിനുള്ളിൽ എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാണ് നോക്കി, മൊബൈൽ തട്ടിപ്പറിക്കാണ് നോക്കി. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യം. ബഹുമാനം നമ്മൾ അങ്ങേയറ്റം ബഹുമാനമുള്ളതാണ്. അല്ല, നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. അങ്ങനെ മൊബൈലാക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളടുത്ത് പറയാം ഇവൻ എങ്ങനെ എന്റെ ഫോട്ടോ എടുക്കും പറയും. നിങ്ങളുടെ ഫോട്ടോ എടുക്കണ്ടല്ലോ, വീഡിയോ അതെങ്ങനെ ചേച്ചി നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം കൊണ്ട് എന്താ നിങ്ങൾ ആദ്യം മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കിയത്? നിങ്ങൾ പൈസ കൊടുക്കുന്നതല്ലേ ചോദിക്കുന്നത്? അല്ല, നിങ്ങളിപ്പോ അതിനോട് സംസാരിക്കും. നിങ്ങൾ ചെയ്തോളി, നിങ്ങൾ എന്താ ചെയ്തോളി, നിങ്ങൾ ചെയ്തോളി. ആയിക്കോട്ടെ. എന്റെ മൊബൈലിൽ നിങ്ങൾ വിളിച്ചു വിളിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈലിൽ വലിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്കില്ല. നീ ചെയ്യരുത് കേട്ടാ. എനിക്ക് മനസ്സിലായില്ല. ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. പൈസ കൊടുത്തില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ.